അശ്വതി മംഗലം കളിയായിട്ട് നിൽക്കുകയാണ്. മംഗലം കളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയകാലത്തെ ഗോത്ര കലാരൂപമായി ബന്ധപ്പെട്ട അവരുടെ വിവാഹ ആഘോഷവേദികളിൽ നിന്ന് ഉത്ഭവിച്ച കാസർഗോഡിന്റെ തനത് കലാരൂപമാണ്. നമ്മളപ്പോ ഗൾഫിൽ നിന്ന് നേരെ വിമാനം പിടിച്ച് നേരെ കാസർഗോട്ടേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും വേദിയിൽ അശ്വതി ഉണ്ട്. മംഗലം കളിയുടെ ആഘോഷങ്ങൾ, കല്യാണാഘോഷങ്ങളുടെ ഇപ്പൊ നമ്മൾക്ക് ഹൽദി മെഹന്തി ഒക്കെ ആയിരുന്നു ആഘോഷങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നൊക്കെ ഒരു പ്രാചീനമായ രൂപത്തിൽ നിന്ന് ഇന്നത്തേക്ക് എത്തിയിരിക്കുകയാണ് മംഗലം കളിയുടെ വിശേഷങ്ങൾ. അശ്വതി പങ്കുവെക്കും മംഗലം കളിയുടെ വിശേഷങ്ങൾ എന്നത്. ശ്രീജിത്ത്, നമ്മളിപ്പോൾ വേദി 3-ലാണ്. ഹൈസ്കൂൾ വിഭാഗം മംഗലംകളി മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഗോത്ര കലാരൂപങ്ങൾ കലോത്സവ വേദിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊക്കെ അറിയാനും കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു അവസരമാണ് കുട്ടികൾക്കും മറ്റാളുകൾക്കും ഒക്കെ ലഭ്യമാകുന്നത്. ഈ മംഗലം കളി എന്ന് പറയുന്നത് മാവിലൻ മലവേട്ടുവൻ വിഭാഗക്കാർക്കിടയിലുള്ള ഒരു കലാരൂപമാണ്, ഗോത്ര കലാരൂപമാണ്. അത് കാസർഗോഡിന്റെ സ്വന്തം കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാസർഗോഡ് ടീമിനെ തന്നെയാണ് നമുക്കൊപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം പേരെന്ന് പറയാം. അമൃതേഷ്. സൗരവ്. എൻ്റെ രമേശ്. മാഷാണോ പഠിപ്പിച്ചത്? ഞാൻ ഏകദേശം ഇവർക്ക്, കാരണം കഴിഞ്ഞ കൊല്ലത്തെ ജില്ലക്കാർ പോയൊരു വിദ്യാർത്ഥിയും കൂടിയാണിത്. ഞാൻ പിന്നെ ഇവർക്കൊന്ന് മോൾഡ് ചെയ്തെടുത്തു. കാരണം ആ MRS പഠിക്കുന്നത് വെച്ചാൽ മാവില മലവോട്ട സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ് കൂടുതലും. SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത്. നമ്മളെ കലാരൂപം ആയതുകൊണ്ട് ഇതിൽ ഏറെ വാശി കൂടുതലാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ഇവർ ഈ മത്സരത്തിന് പോയപ്പോൾ സബ് ജില്ലയിൽ തന്നെ അപ്പീലിന് ശേഷമാണ് ജില്ലയിലെത്തിയത്. പക്ഷേ ഇക്കൊല്ലം ഇവർ എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് സ്റ്റേറ്റിൽ എന്തായാലും പോകണം, എന്തായാലും ഇതിനൊരു പ്രാക്ടീസ് ചെയ്യണം. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ആ കോൺഫിഡൻസ് എനിക്കും ചോർന്നില്ല. അതുപോലെ തന്നെ ഇവരോട് കൂടെ ഈ നിമിഷം വരെ നിന്നു. അതായത് സബ് ജില്ല മുതൽ കാസർഗോഡ് ജില്ല മുതൽ ഇപ്പോൾ കലോത്സവം സ്റ്റേറ്റിൽ 64ാമത് സ്റ്റേറ്റ് കലോത്സവം തൃശ്ശൂർ നടക്കുമ്പോഴും ഇവരുടെ കൂടെ ഞാൻ ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ കപ്പ് കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശം. ഞങ്ങളെ മംഗലം കളി എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയുടെ കല, ആ നാടൻ കല ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ മനസ്സിലുള്ളത്. ബാക്കി പിന്നീട്. ഈ മംഗലം കളി കാസർഗോഡിന്റെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് മുന്നേ തന്നെ പരിചയമൊക്കെ ഉള്ള ഇതാണോ? അതെ, നമ്മ തലമുറയായിട്ട് കൈമാറി വരുന്നതാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മാവില മലവേട്ട സമുദായക്കാർ കാലങ്ങളായി ഇത് പൂർവികർ നമുക്ക് പകർന്നു തന്നൊരു സാധനമാണ്, പാരമ്പര്യമായിട്ട് പകർന്നു തന്ന സാധനമാണ്. നാട്ടിലൊക്കെ ആളുകളൊക്കെ ചെയ്യുന്നത് ഇത് പന്തൽ കല്യാണം, തിരണ്ട് കല്യാണം, കാതൂത്ത് കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഇത് കളിക്കൽ. രാവിലെ തുടങ്ങിയാൽ അത് പിറ്റേ ദിവസം അങ്ങനെ കളിച്ചു വരുന്നുണ്ട്. അതായത് ശ്രീജിത്ത്, നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ഈ ചെറിയ കുട്ടി താരങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ എക്സ്പേർട്സ് ആണ്. ഇവിടെ വേദിയിലൊക്കെയുള്ള ജഡ്ജസ് എന്ന് പറയുന്നത് ഈ മംഗലം കളിയിലൊക്കെ റിസർച്ച് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവർ അതിൽ സ്വാഭാവികമായിട്ട് അതിലെ വലിയ എക്സ്പേർട്ടുകളാണ്. മോൻ്റെ പേര് എന്താ പറയുക? അമൃതേഷ്. ഓക്കെ. നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കോസ്റ്റ്യൂംസൊക്കെ എങ്ങനെയാണ്? ഇത് ഈക്വൽ ആക്കിയതാണ്. പിന്നെ സബ് ജില്ലയിൽ കുറച്ച് ഇതുണ്ടായി. പിന്നെ അല്ല മേഡം, ഇവർ ട്രഡീഷണൽ സ്റ്റൈൽ തന്നെയാണ് നിലവിൽ. ഇത് തന്നെയാണ് ഇവർ ഏകദേശമുള്ള വേഷം തന്നെയാണ്. പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, തുടി എന്ന് പറയും. തുടിയാണ്. അത് തുടി തന്നെ 2 ടൈപ്പ് ഉണ്ട്, പാണന്തുടിയും പെരുന്തുടിയും. അപ്പോൾ 4 പാട്ടുകാരാണ് ഉണ്ടാവുക. ഇതിലൊരു 3 പാണന്തുടിയും 1 പെരുന്തുടിയാണ് ഈ ഒരു കലാരൂപത്തിന് ഉപയോഗിക്കുന്നത്. ശരിക്കും മാഷ്, ഒരു സംശയം, ഇതിൽ ഈ യൂണിഫോം ആയിട്ട് എല്ലാവരും ഒരേ വേഷത്തിൽ തന്നെയാണോ തനതായിട്ട് ഇത് ചെയ്യുന്നത്? തനതായിട്ട് അങ്ങനെ തന്നെയാണ്. അങ്ങനെ കാണുമ്പോഴാണ് നമ്മളിപ്പോൾ മറ്റ് കലകൾ കാണുന്നുണ്ടല്ലോ, പിന്നെ തിരുവാതിര, ഒപ്പന, അവർ ആ ഒരു യൂണിറ്റി എന്ന് പറയുന്ന അവരെ കോസ്റ്റ്യൂമാണ്. അതേപോലെയാണ് മംഗലം കളിയുടെ യൂണിറ്റി എന്ന് പറയുന്നത്. മംഗലം കളിയുടെ ഈ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കോസ്റ്റ്യൂം തന്നെയാണ്. ഇതിലൊരുപാട് ചേഞ്ചസ് ഉണ്ട്. കാരണം ലേഡീസിലേക്ക് വരുമ്പോൾ അവർ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. ജെൻസിലേക്ക് വരുമ്പോൾ അത് ഇവരെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഇതാണ്. ലേഡീസിലേക്ക് പോകുമ്പം അവരുടേതായ ബ്ലൗസ്, അതേപോലെ ഒരു തോർത്തുണ്ടാവും, ഒരു മുണ്ടുണ്ടാവും. ആ രീതിയിലേക്കുള്ള ഒരു ഗായകരാണോ? അപ്പോൾ അമൃതേഷാണ് ഇവിടെ. ഇതിലെ തുടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയും, ഇതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ച്. പെരുന്തുടി ഉണ്ട്, പാണത്തുടി ഉണ്ട്. 3 പെരുന്തുടി, 3 പാണത്തുടി അടിക്കും, ഒരുത്തൻ പെരുന്തുടി അടിക്കും. പെരുന്തുടിയിലാണ് കളി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ താളമാണ് ഏറ്റവും പ്രധാനം. അതൊക്കെ നിങ്ങൾ ഇതിനു വേണ്ടി പാട്ടും കളികളും ഒക്കെ ആർത്തുല്ലസിച്ച് കളിക്കും. ഇതിനു വേണ്ടി പഠിച്ചതാണോ ഈ തുടി കൊട്ടാനൊക്കെ? അല്ല, തലമുറയായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. ജനിച്ച് തുടങ്ങിയപ്പോഴേ ഇത് കേൾക്കുന്നതാണ്. ഈ ജനിച്ച് വീണപ്പോഴേ നമ്മളെ രക്തത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മംഗലം കളി എന്ന് പറയുന്നത്. തമാശ പറയൂ, എങ്ങനെയാണ് ഇവരുടെ പ്രാക്ടീസും സെഷൻസും മറ്റു കാര്യങ്ങളും? ഞാൻ അവിടുത്തെ അധ്യാപകനാണ്. എൻ്റെ പേര് നിഖിലേഷ്. ഞാൻ കോഴിക്കോടുകാരനാണ്. പക്ഷേ ഞാൻ കാസർഗോഡ് എത്തിയിട്ട് 3-4 വർഷമായി. ഈ കഴിഞ്ഞ വർഷം മുതൽ ഈ മംഗലം കളി നമ്മൾ കണ്ട് അവർ ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അവർ സ്വന്തമായിട്ടെല്ലാം ചെയ്ത് എന്ത് ചെയ്യുക, അവരെ താളം ഒരാളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല എനർജിയിൽ എന്ത് ചെയ്യുക, നല്ല പാട്ട് പാടിയിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്.
നമുക്ക് ഇതിന്റെ പാട്ടുകൾക്ക് പല പ്രത്യേകതകളുണ്ട്. ഒരേ പാട്ട് തന്നെയാണോ, ഒരു സ്റ്റെപ്പ് അങ്ങനെയാണോ? കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഈ കണ്ടത്ത് നെല്ല് പറിക്കുമ്പോൾ എല്ലാവരും ഉത്സവിച്ച് കളിക്കുമ്പോൾ അങ്ങനെയെല്ലാം ഉണ്ട്. നിങ്ങൾ ഇന്ന് പാടുന്ന പാട്ടുകൾ, എടുത്തേക്കുന്ന പാട്ടുകളുടെ ഒരു ഇതിവൃത്തം എന്തൊക്കെയാണ്, എന്താണ് അതിൽ പറയുന്നത്? അതിൽ തമ്പുരാനെ വിളിക്കുന്നതുണ്ട്, പിന്നെ കൃഷി കളിക്കുന്നുണ്ട്, പിന്നെ കാതുകുത്ത് കല്യാണമുണ്ട്, പന്തൽ കല്യാണം എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഭാഷ എന്ന് പറയുന്നത് ഭാഷ കാസർഗോഡ് തുളുപ്പാട്ടുണ്ട്, മലവേട്ടുവൻ്റെ പാട്ടുണ്ട്. അതായത് ഈ മംഗലം കളിയിലെ ഗോത്ര കലകളിലൊക്കെ മലയാളമല്ല, ഗോത്ര ഭാഷകളുണ്ട്, അതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ അതിൻ്റെ വാക്കുകളൊന്നും നമുക്ക് അത്ര പരിചിതമല്ല. ഇത് ഒന്ന് പാടാൻ പറ്റുമോ രണ്ടുപേരി? നിങ്ങൾ ഇവരുടെ മത്സരം ആരംഭിച്ചിട്ടില്ല എങ്കിലും നമുക്ക് വേണ്ടി ഒരു രണ്ടുപേരും പാടും. ആദികം വായികവക പൊരുളിൽ അന്തകം വായികവക, ആദികം വായികവക പൊരുളിൽ അന്തകം വായികവക. ആ നമ്മുടെ തമ്പുരാനോ പൊരുളിൽ ഏതൊരു തമ്പുരാനാ, ആ നമ്മുടെ തമ്പുരാനോ പൊരുളി മുത്തായി തമ്പുരാനാ. ആ നമ്മുടെ തമ്പുരാനോ പൊരുളിൽ 7 വളപ്പുമുണ്ട്, ആ 7 വളപ്പുമേലെ പൊരുളി 7.5 കാലിയുണ്ട്. ആ 7.5 കാലിമേലെ പൊരുളി ചാണം ചെല്ലി ചെല്ലി, ആ ചാണം ചെല്ലി ചെല്ലി പൊരുളി ഉണ്ണി കുത്തി കുത്തി. ആ കുത്തി പറക്കുവാനാ പൊരുളി കൊക്കിന് പൊന്നണിഞ്ഞ്, ആ ചെല്ലി പറക്കുവാനാ പൊരുളി കാലിക്ക് പൊന്നണിഞ്ഞ്. ഇതിന്റെ മീനിങ് എന്താ, ഇതിന്റെ അർത്ഥം എന്താ? തമ്പുരാനോട് ഈ തമ്പുരാനെ എടുത്തു പറയുന്നത്, തമ്പുരാന് ഇത് പശു ഉണ്ട് അങ്ങനെല്ലാം പറയുന്നതാണ്. ഈ ഭാഷയിൽ സംസാരിക്കാൻ അറിയും? ആ, തുളു ഭാഷയിൽ സംസാരിക്കാം. നിങ്ങൾ ഒന്ന് സംസാരിക്കൂ. ഈ കലോത്സവത്തെ കുറിച്ച് പറയൂ. ഇന്ന് എക്കളോ ഫസ്റ്റ് അടിപ്പിടണ്ട, പിന്നെ ഫസ്റ്റ് എക്കളുടെ ടീം അക്കളുണ്ട്, എക്കളിൻ്റെ ടീം ആളുണ്ട്. അതുകൊണ്ട് എക്കള ഇഞ്ച് ഫസ്റ്റ് അടിപ്പു ഉറപ്പ്, സത്യം. എല്ലാവരും അയക്കു വേണ്ടി പ്രാർത്ഥിപ്പെടൂ. നന്ദി, നമസ്കാരം. എന്തായാലും ഇതിൽ ഫസ്റ്റ് തന്നെ കിട്ടും, എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശ്രീജിത്ത്, ഇവിടെ കുട്ടികളൊക്കെ വലിയ ആവേശത്തിലൊക്കെ തന്നെയാണ്. ഈ വേദി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഒരു ഐറ്റം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ വേദിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ മംഗലം കളി പരിചയപ്പെടുന്നതിനും ഈ കുട്ടികളുടെ പ്രകടനം കാണുന്നതിനും ഒക്കെയായിട്ട്.